തുടർച്ചയായി വീടിന്റെ വാതിൽ തകർക്കുന്ന കള്ളനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കണ്ണൂർ വെള്ളൂരിലെ സത്യനാഥൻ. ഇനി വീടിന്റെ വാതിൽ പൂട്ടുന്നില്ല എന്നാണ് സത്യനാഥന്റെ തീരുമാനം. 2022 മുതൽ 5 തവണ വാതിൽ തകർത്ത് സത്യനാഥന്റെ വീട്ടിൽ കള്ളൻ കയറിയിരുന്നു. ഓരോ തവണയും തകർക്കുന്ന വാതിൽ നന്നാക്കാൻ ഇനി പണമില്ലെന്നാണ് സത്യനാഥൻ പറയുന്നത്. ഒന്നും രണ്ടുമല്ല 5 തവണയാണ് കണ്ണൂർ വെള്ളൂരിലെ സത്യനാഥന്റെ വീട്ടിൽ കള്ളൻ കയറിയത്. പൂട്ടിയിരുന്ന വാതിൽ കുത്തി തുറന്ന് പണവും സ്വർണവും മറ്റ് സാധനങ്ങളും കൊണ്ടുപോയി. സഹികെട്ടാണ് പയ്യന്നൂർ വെള്ളൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തെ റിട്ടയർഡ് പ്രൊഫസർ ആർ സത്യനാഥൻ പുതിയ തീരുമാനമെടുത്തത്. ഇനി ഈ വീട് പൂട്ടുന്നില്ല, കള്ളൻ സുഖമായി അകത്തു കയറട്ടെ. മോഷണം പോയ മുതലിനൊപ്പം കുത്തിപ്പൊളിക്കുന്ന വാതിൽ നന്നാക്കാനുള്ള തുകയും സത്യനാഥന് തലവേദനയായിരുന്നു. 2002 ആദ്യ മോഷണം നടന്നത്. അന്ന് സ്വർണവും പണവും മോഷണം പോയി. പിന്നീട് പലതവണ വാതിൽ തകർത്ത് കള്ളൻ കയറിക്കൊണ്ടേയിരുന്നു. കുടുംബം പിലാത്തറയിലേക്ക് താമസം മാറ്റിയിട്ടും കള്ളൻ വിട്ടില്ല. പിന്നെയും വന്നു. 5 തവണയായി കള്ളൻ കയറുന്നു. അവിടെയാണെങ്കിൽ അയാൾ താമസവും ഇല്ലാത്തത് കുറേ കാലമായി. എങ്കിലും കള്ളൻ നിരന്തരമായി അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണയൊക്കെയും സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുക്കുകയും അതിന് നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. പരിസരവാസികൾക്കെല്ലാം ഇതിൻ്റെ പേരിൽ വലിയ ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. CCTV ക്യാമറ സ്ഥാപിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. തുറന്നിട്ട വാതിലിലൂടെ വീണ്ടും കള്ളനകത്തു കയറുമോ? സത്യനാഥന്റെ തീരുമാനം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് മലയാളം, കണ്ണൂർ.